ഈ സ്വർണ്ണക്കൊള്ളയുടെ കാര്യത്തിൽ പിന്നെ ഇതൊരു പൊളിറ്റിക്കൽ തീരുമാനമാണ്. കാരണം വെച്ചാൽ ഒരു സ്ഥലത്ത് മാത്രമല്ല പോയിരിക്കുന്നത്. ശരിക്കും ഹൈക്കോടതി ദേവസ്വം ബോർഡുകളുടെ കീഴിലുള്ള അമ്പലങ്ങളിൽ ഒരു പിന്നെ ഓഡിറ്റ് നടത്തണം എന്നൊരു ഉത്തരവിട്ടാൽ പല ക്ഷേത്രങ്ങളിൽ നിന്നും പോയിരിക്കുന്നു. ഇപ്പൊ നമുക്കൊരു 5-6 ക്ഷേത്രങ്ങളിൽ വന്നു. പ്രധാനപ്പെട്ട സ്വർണവും രത്നങ്ങളൊക്കെ ഉള്ള ക്ഷേത്രങ്ങളിൽ ശരിക്കും പരിശോധിച്ചാൽ എല്ലാം പോയിട്ടുണ്ട്. പ്ലാൻഡ് ആയിട്ടുള്ള ഒരു നീക്കമായിരുന്നു. 2 സംഗതി ഒരേ സമയത്താണ് നടന്നത്. വിശ്വാസത്തിനെതിരായിട്ടുള്ള നവോത്ഥാനം, ഞങ്ങൾ യുവതികളെ പ്രവേശിപ്പിക്കും എന്നുള്ള ദൃഢമായ തീരുമാനം എടുത്ത ആ കാലത്ത് തന്നെയാണ് ഇതും നടന്നത്. അപ്പോൾ ഒന്നുകിൽ വിശ്വാസം തകർക്കുക, അതോടൊപ്പം ക്ഷേത്രങ്ങൾ കൊള്ളയടിക്കുന്ന തീരുമാനം അവരെടുത്തിട്ടുണ്ട്. ഇത് വേറെ രീതിയിലും കണ്ടില്ലേ? ഇപ്പോ കഴിഞ്ഞ ദിവസം തിരുനെല്ലി ഉൾപ്പെടെയുള്ള ക്ഷേത്രങ്ങളുടെ ഒരു വിവരം വന്നു. അതായത് അവിടുത്തെ പണം കൊണ്ടുപോയിട്ട് കോപ്പറേറ്റീവ് ബാങ്ക് എന്ന് പറഞ്ഞാല് തകർന്നുകൊണ്ടിരിക്കുന്ന ഒരു ബാങ്കിലാണ് ഇട്ടിരിക്കുന്നത്. ഹൈക്കോടതി പറഞ്ഞു, വിശ്വാസികൾ കോടതി പോയപ്പോൾ ഹൈക്കോടതി പറഞ്ഞു 6 മാസത്തിനുള്ളിൽ പൂർണ്ണമായിട്ടും പണം തിരിച്ചു പോകും. അവിടെ പണി നടന്നുകൊണ്ടിരിക്കുകയാണ്. തിരുനെല്ലി എന്ന് പറഞ്ഞാൽ സാധാരണ ഒരു ക്ഷേത്രം പോലെയല്ല. പ്രത്യേകിച്ച് മലബാറിൽ നിന്ന് ധാരാളം ആൾക്കാർ ഡെയിലി, 10,000-കണക്കിന് ആൾക്കാർ ഡെയിലി തർപ്പണത്തിന് വരുന്ന ഒരു ക്ഷേത്രമാണ്. അവിടെ ഒരു സൗകര്യമില്ല. ഇപ്പൊ തന്നെ ആ തർപ്പണത്തിന് പോകുന്ന, ഞാനിപ്പോൾ 2 മാസം പോകുമായിരുന്നു, നീർച്ചാൽ പോലും തടഞ്ഞു നിർത്തിയ ഒരു മലിനജലത്തിലൂടെയാണ് എല്ലാം ചെയ്യുന്നത്. അപ്പൊ അതൊക്കെ മാറ്റാൻ വേണ്ടിയിട്ട് അവിടെ നല്ല രീതിയിലൊരു ശ്രമം നടന്നു. ആ ശ്രമം പൈസയില്ല, കോടതി പോയി, കോടതി പൈസ കൊടുക്കാൻ പറഞ്ഞു. അപ്പൊ ഇവര് പൊളിഞ്ഞുകൊണ്ടിരിക്കുന്ന ഒരു സഹകരണ ബാങ്കിൽ ഇട്ടിരിക്കുന്നു. ഇതൊരു ക്ഷേത്രം. അതിലെ ഒരു കൗതുകം തോന്നിയത്, ഈ ക്ഷേത്രത്തിന്റെ പണം സഹകരണ ബാങ്കിൽ ഇട്ടു, എന്നാൽ ക്ഷേത്രത്തിന്റെ ആവശ്യത്തിന് ചോദിച്ചില്ല. അതാണ് ഇപ്പൊ ഹൈക്കോടതി പറഞ്ഞിട്ടും കൊടുക്കാതെ ഇവര് സുപ്രീം കോടതി എന്ന് പറഞ്ഞാൽ വിശ്വാസികള് കൊടുത്ത പണം, ദേവസ്വത്തിന്റെ കയ്യിൽ സൂക്ഷിച്ച പണം, അത് അമ്പലത്തിന് ഉപയോഗിക്കാൻ ഹൈക്കോടതി ഇടപെട്ടിട്ടും പണം കിട്ടുന്നില്ല. അവർ സുപ്രീം കോടതിയിൽ പോയിരിക്കും. അപ്പൊ അതാ ഞാൻ പറഞ്ഞത്, ക്ഷേത്രങ്ങളെ സംബന്ധിച്ചുള്ള ഒരു തീരുമാനം അവരെടുത്തിട്ടുണ്ട്.